ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന പാഠമാണ്. അപ്പോൾ ഈ പാഠം എഴുതിയിട്ടുള്ളത് നമ്മളുടെ വില്യം ഷേക്സ്പിയർ, വളരെ പോപ്പുലർ ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയുന്ന വില്യം ഷേക്സ്പിയർ ആണ്. ഇതൊരു പ്രസംഗമാണ്. ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു പ്രസംഗമാണ്. ഇത് ഷേക്സ്പിയറുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഈ പാഠത്തിലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഈ പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് ലൈനാണ് ശരിക്കും ഈ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്നത്, അത് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ജൂലിയസ് സീസർ ആരാണ്? അദ്ദേഹം റോമൻ രാജ്യത്തിലെ ഒരു ജനറൽ ആയിരുന്നു, അതായത് പടത്തലവൻ, അല്ലാതെ രാജാവല്ല. പക്ഷേ അദ്ദേഹം റോമിൻ്റെ അടുത്ത രാജാവാകണമെന്ന് ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ റോമൻ ജനതകളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ നമ്മളുടെ മാർക്ക് ആൻ്റണി അദ്ദേഹം 3 തവണ സീസറിനോട് ഈ രാജപദവി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സീസർ അത് സ്വീകരിക്കുന്നില്ല. അദ്ദേഹം എനിക്ക് രാജാവാകണ്ട എന്ന് പറഞ്ഞിട്ട് 3 തവണയും തള്ളിക്കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പാഠത്തിലോട്ട് നേരിട്ട് കിടക്കുന്നില്ല. അതിനു മുൻപ് എന്തൊക്കെയാണ് ഈ പ്രസംഗത്തിൻ്റെ മുൻപ് റോമിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. അത് കൂടി മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഈ പ്രസംഗം മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. സോ സീസർ തൻ്റെ മുഖ്യ ശത്രുവായിട്ടുള്ള പോംബെ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് റോമിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭം വിവരിച്ചുകൊണ്ടാണ് ഈ ജൂലിയസ് സീസർ എന്നുള്ള ഈ ഒരു നാടകം തുടങ്ങുന്നത്. അതിനിടെ സീസറിനോട് കടുത്ത അസൂയ വെച്ച് പുലർത്തിയിരുന്ന കാഷ്യസ് എന്ന വ്യക്തി സീസർ അടുത്ത രാജാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് റോമിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ പറഞ്ഞ് വശീകരിച്ച് സീസറിനെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. ഇതിനായി സീസറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും റോമിലെ പൗരപ്രമുഖനുമായ ബ്രൂട്ടസിനെയും തെറ്റിദ്ധരിപ്പിച്ച് കാഷ്യസ് കൂടെ കൂട്ടുന്നുണ്ട്. സീസർ റോമിലെ രാജാവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് സംഭവിച്ചാൽ സീസർ ജനാധിപത്യ രാജ്യമായ റോമിനെ ഏകാധിപത്യ രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രൂട്ടസിനെ കാഷ്യസ് തെറ്റിദ്ധരിപ്പിച്ചത്. ഇത് വിശ്വസിച്ച് മാത്രമാണ് തൻ്റെ രാജ്യത്തെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ബ്രൂട്ടസ് ഉറ്റ ചങ്ങാതിയായ സീസറിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നത്. ഈ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബ്രൂട്ടസ് ഒരിക്കലും ഒരു മോശം ക്യാരക്ടർ ആയിരുന്നില്ല. ഈ കാഷ്യസിൻ്റെ ഈ ഗൂഢമായിട്ടുള്ള തന്ത്രത്തിൽ വീണു പോയതാണ് നമ്മളുടെ. അങ്ങനെ ഈ ഗൂഢാലോചന സംഘം സീസറിനെ വളരെ തന്ത്രപൂർവ്വം ക്യാപിറ്റോൾ എന്ന് പറഞ്ഞാൽ രാജ്യകാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് എത്തിക്കുന്നു. സീസർ കൊല്ലപ്പെടുന്നത് സ്വപ്നം കണ്ട ഭാര്യ കൽപൂർണിയ അദ്ദേഹത്തെ പോകുന്നതിൽ നിന്ന് തടയുന്നുണ്ടെങ്കിലും സീസർ അതൊന്നും ചെവികൊള്ളാതെ ക്യാപിറ്റോളിലോട്ട് പോകുന്നു. അങ്ങനെ ക്യാപിറ്റോളിൽ വെച്ച് സീസറിനെ കുത്തി വീഴ്ത്തുന്നു. അവസാനം കുത്തിയത് ബ്രൂട്ടസ് ആയിരുന്നു. സീസറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസ് ആയിരുന്നു സീസറിനെ അവസാനം കുത്തിയത്. യു ടു ബ്രൂട്ടസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം സീസർ വീണു പോകുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്, പലരും മുൻപ് തന്നെ കേട്ടിട്ടുണ്ടാവും, യു ടു ബ്രൂട്ടസ് എന്നുള്ളത്. സോ അങ്ങനെയാണ് സീസർ മരിച്ചു വീഴുന്നത്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മാർക്ക് ആൻ്റണി ക്യാപിറ്റോളിലോട്ട് എത്തുന്നത്. സീസറിനോട് കൂറ് പുലർത്തിയിരുന്ന മാർക്ക് ആൻ്റണി ഇപ്പോൾ എതിർ ശബ്ദമുയർത്തിയാൽ താനും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ബ്രൂട്ടസിൻ്റെയും കാഷ്യസിൻ്റെയും കൂടെ നിൽക്കുന്നതായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു. സീസറിന്റെ മരണവാർത്ത അറിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായും പ്രക്ഷുബ്ധരാകുമെന്ന് അറിയാവുന്ന കാഷ്യസ് അവരെ ശാന്തരാക്കുവാൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടി ബ്രൂട്ടസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തി ബ്രൂട്ടസ് ജനങ്ങളെ അവരുടെ വശത്താക്കുന്നു. അതിനുശേഷം തനിക്കും പ്രസംഗിക്കുവാൻ ഒരു അവസരം വേണം എന്ന് പറഞ്ഞ് മാർക്ക് ആൻ്റണി മുന്നോട്ട് വരുന്നുണ്ട്. ബ്രൂട്ടസ് അനുവാദം കൊടുക്കുന്നു. ശേഷമുള്ള പ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. സോ ഇങ്ങനെയാണിത് തുടങ്ങുന്നത്. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ. ലെൻഡ് മീ യുവർ ഇയേഴ്സ്, എന്നെ കേൾക്കുവിൻ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസംഗം തുടങ്ങുന്നത്. സീസറിൻ്റെ ഡെഡ് ബോഡി അടക്കുവാൻ വേണ്ടിയാണ് താൻ വന്നിട്ടുള്ളത്, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്താനല്ല എന്ന് മാർക്ക് ആൻ്റണി അവിടെയുള്ള ജനങ്ങളോട് പറയുന്നു. മനുഷ്യർ ചെയ്ത തിന്മകൾ അവരുടെ മരണശേഷവും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ തിന്മ
അവർ മരിച്ച ശേഷം ഇല്ലാതാവുന്നില്ല. മറ്റുള്ളവർ അവ ഓർത്തു വെക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ ചെയ്ത നന്മകൾ അവരുടെ അസ്ഥിയോട് കൂടി കുഴിച്ചിടപ്പെടുന്നു. അതായത് നന്മകൾ ആരും ഓർത്തു വെക്കുന്നില്ല എന്ന്. അതിമോഹിയായ ഒരാളായിരുന്നു സീസർ എന്ന് ബ്രൂട്ടസ് ജനങ്ങളോട് പറഞ്ഞതിനെ ആന്റണി വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാം. നോബിൾ ബ്രൂട്ടസ് എന്നാണ് ആന്റണി ബ്രൂട്ടസിനെ വിശേഷിപ്പിക്കുന്നത്. നോബിൾ എന്ന് പറഞ്ഞാൽ മഹാനായ, ശ്രേഷ്ഠനായ എന്നൊക്കെയാണ്. ബ്രൂട്ടസ് പറഞ്ഞത് സത്യമാണെങ്കിൽ സീസറിന്റെ ഭാഗത്ത് ഒരു ദാരുണമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് ആന്റണി അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല അതിന് ദാരുണമായ ഉത്തരം തന്നെ സീസർ നൽകേണ്ടി വന്നു. ഉദ്ദേശിക്കുന്നത് ആ വലിയ തെറ്റിന് സീസർക്ക് മരണം തന്നെ ശിക്ഷയായി ലഭിച്ചു. ബ്രൂട്ടസിൻ്റെയും മറ്റുള്ള ശ്രേഷ്ഠരായ ആളുകളുടെയും സമ്മതത്തോടു കൂടിയാണ് താൻ സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കുന്നതെന്ന് ആന്റണി ഇവിടെ പറയുന്നത് നമുക്ക് കാണാം. ശേഷം ആന്റണി സീസറിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ഒരു വിശ്വസ്തനായ കൂട്ടുകാരനായിരുന്നു തനിക്ക് സീസർ. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു സീസർ അംബീഷ്യസ് ആയിരുന്നു എന്ന്. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ അതിമോഹിയായിരുന്നു എന്ന്. ബ്രൂട്ടസ് പറയുന്നത് നമുക്ക് അവിശ്വസിക്കാൻ കഴിയില്ല. കാരണം ബ്രൂട്ടസ് ഒരു ആദരണീയനായ വ്യക്തിയാണ്. ഇവിടം തൊട്ട് ബ്രൂട്ടസിനെ ഓണറബിൾ മാൻ എന്ന് പല പ്രാവശ്യം ആന്റണി വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ആന്റണിയുടെ ഒരു ട്രിക്കാണ്. ഇങ്ങനെ പറഞ്ഞ് ബ്രൂട്ടസ് ചെയ്തതിലെ തെറ്റ് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനാണ് ആന്റണി ശ്രമിക്കുന്നത്. നേരിട്ട് പച്ചക്ക് പറഞ്ഞാൽ തനിക്ക് ജീവനോടെ അവിടുന്ന് പുറത്തു കടക്കാനാവില്ല എന്ന് ആന്റണിക്ക് അറിയാമായിരുന്നു. ശേഷം സീസർ റോമിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങൾ ആന്റണി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധങ്ങൾ ജയിച്ച് ഒരുപാട് യുദ്ധത്തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നതും അവരെ മോചിപ്പിക്കാൻ പണം വാങ്ങി റോമിൻ്റെ ഖജനാവ് നിറച്ചതും പാവങ്ങൾ കരഞ്ഞപ്പോൾ സീസറും കൂടെ കരഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് സീസറിൻ്റെ അതിമോഹമാണോ എന്ന് ആന്റണി ചോദിക്കുന്നുണ്ട്. ശേഷം ബ്രൂട്ടസിനിട്ട് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അതിമോഹിയായിരുന്നു എന്ന്. ബ്രൂട്ടസ് ഒരു ആദരണീയനായ വ്യക്തിയല്ലേ, അയാളെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കളിയാക്കിക്കൊണ്ടാണ് ഇത് മാർക്ക് ആന്റണി പറയുന്നത്. ശേഷം ലുപ്പർസൽ ഉത്സവത്തിൻ്റെ അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആന്റണി സീസറിനോട് രാജപദവി ഏറ്റെടുക്കാൻ 3 തവണ ആവശ്യപ്പെട്ടത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 3 തവണയും സീസർ അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. ഇതും അതിമോഹത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ആന്റണി ഉറക്കെ ചോദിക്കുന്നു. ബ്രൂട്ടസ് പറഞ്ഞതിനെ തള്ളുകയല്ല താൻ ചെയ്യുന്നത്, മറിച്ച് സീസറിനെ കുറിച്ച് തനിക്കറിയാവുന്നത് പറയാനാണ് താൻ വന്നത് എന്ന് ആന്റണി വ്യക്തമാക്കുന്നു. ഒരു കാരണവും കൂടാതെ മുൻപ് ജനങ്ങൾ എല്ലാവരും സീസറെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടപ്പോൾ ആർക്കും ഒരു വിഷമവുമില്ല. എന്താണ് ഇതിനെല്ലാം കാരണമെന്ന് ജനങ്ങളോട് ആന്റണി ചോദിക്കുന്നു. തൻ്റെ ഹൃദയം ശവപ്പെട്ടിയിൽ കിടക്കുന്ന സീസറിൻ്റെ കൂടെയാണെന്നും ആന്റണി പറഞ്ഞതോടുകൂടി ജനങ്ങളെല്ലാം കാര്യം മനസ്സിലാക്കുന്നു. സോ അവർ ബ്രൂട്ടസ്, കാഷ്യസ് തുടങ്ങിയ ഗൂഢാലോചന സംഘത്തിന് നേരെ തിരിയുന്നു. സീസറിന്റെ മരണത്തിന് തങ്ങൾ പകരം ചോദിക്കുമെന്നവർ പ്രതിജ്ഞ എടുക്കുന്നു. ഇത് മനസ്സിലാക്കിയ ബ്രൂട്ടസും കാഷ്യസും വേഗം സ്ഥലം വിടുന്നു. ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തിയ ആന്റണി അവരുടെ നേതാവാകുന്നു. സീസറിന്റെ അനന്തരവനായ ഒക്ടാവിയസിനെയും കൂട്ടി ആന്റണി ഒരു സൈന്യത്തെ ഉണ്ടാക്കുകയും അവസാനം യുദ്ധത്തിൽ ഗൂഢാലോചന സംഘത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. താങ്ക് യു.